കേരളം തന്നെയല്ല, രാജ്യം തന്നെ ആദ്യമായിട്ട് കാണുന്നൊരു ദൃശ്യമാണ്. ഒരു ഗവർണർ റോഡിലേക്ക് ഇറങ്ങി പ്രതിഷേധക്കാരെ നേരിടുന്ന കാഴ്ച അത്യപൂർവമാണ്, എൻ്റെ ഓർമ്മയിലില്ല. ഞാൻ ആലോചിക്കുന്നത്, സ്മൃതി, എന്താണ് ഈ ഗവർണർ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ഗവർണറുടെ ലക്ഷ്യം എന്താണ്? അപ്പോൾ നോക്കൂ, നമ്മൾ വളരെ പെട്ടെന്ന് എത്തിച്ചേരാവുന്ന ഒരു നിഗമനമാണ് ഈ കേന്ദ്രത്തെ കൊണ്ട് കേരളത്തിൽ ഇടപെടിയിക്കുക എന്നുള്ളത്, അത്ര ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ അങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ കേരളത്തിൽ സാധ്യമാണോ? അതാണല്ലോ നമ്മൾ ആദ്യം അന്വേഷിക്കേണ്ടത്. നോക്കൂ, ഇപ്പം കേന്ദ്രം ഒരു സംസ്ഥാനത്ത് ഇടപെടുന്നത് ഒന്നുകിൽ അവിടുത്തെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ അത് വളരെ മോശമാകണം. ഇപ്പോൾ ക്രമസമാധാന നില തകരാറിലാകുന്ന ഒരു സ്ഥലത്തെയാണ് സർക്കാരിനെ പിരിച്ചുവിട്ടത്. അപ്പോൾ കേരളത്തിലെ സർക്കാരിനെ പിരിച്ചുവിട്ടിട്ടുണ്ടല്ലോ നേരത്തെ. വിമോചന സമരം നടന്ന കാലഘട്ടത്തിൽ കേരളത്തിലൊരു വലിയ പ്രതിഷേധം സർക്കാരിനെതിരെ രൂപപ്പെട്ടപ്പോൾ അന്ന് കോൺഗ്രസ് സർക്കാർ, ജവഹർലാൽ നെഹ്റുവിൻ്റെ സർക്കാർ EMS മന്ത്രിസഭയെ പിരിച്ചുവിട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു അനുഭവം കേരളത്തിനുണ്ട്. എൻ്റെ ഓർമ്മയിൽ അവസാനത്തെ സംഭവം എന്ന് പറയുന്നത് 1999 തോന്നുന്നു. ബീഹാറിൽ റാബ്രി ദേവി സർക്കാരിനെ പിരിച്ചുവിടാൻ അന്നത്തെ വാജ്പേയി സർക്കാർ തീരുമാനിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം യഥാർത്ഥത്തിൽ അന്ന് ഈ സമതാ പാർട്ടിയുടെ നേതാക്കളായിട്ടുള്ള ജോർജ് ഫെർണാണ്ടസും നിതീഷ് കുമാറും NDAയുടെ ഭാഗമാണ്. അവർക്ക് ലാലു പ്രസാദാവാണ് മുഖ്യ ശത്രു എന്ന് പറയുന്നത്. അപ്പോൾ ബീഹാറിലെ സർക്കാർ, അന്ന് റാബ്രി ദേവിയാണ് ഭരിക്കുന്നത്, ബീഹാറിലെ സർക്കാരിനെ എങ്ങനെയും പുറത്താക്കുക എന്നുള്ളത് അന്ന് ജോർജ് ഫെർണാണ്ടസിൻ്റെയും അതുപോലെ തന്നെ നിതീഷ് കുമാറിൻ്റെയും ഒരു അജണ്ടയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 1999 വാജ്പേയിയുടെ മന്ത്രിസഭ ബീഹാർ ഗവൺമെൻറ് പിരിച്ചുവിട്ടുണ്ട് 356 വകുപ്പ് ഉപയോഗിച്ചുകൊണ്ട്. അതിനായിട്ട് പറഞ്ഞൊരു കാര്യം, അതാണ് ഞാൻ ഇവിടെ പ്രധാനമായും പറയുന്നത്. അതിനായിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അന്ന് 12ഓളം ദളിതരായ മനുഷ്യരെ അവിടെ കൂട്ടക്കൊല ചെയ്തു. അപ്പോൾ അങ്ങനെ കൂട്ടക്കൊല ചെയ്ത സമയത്ത് അന്ന് സുന്ദർ സിംഗ് ഭണ്ഡാരി ആയിരുന്നു അവിടുത്തെ ഗവർണർ. അപ്പോൾ ആ ഗവർണറുടെ കയ്യിൽ നിന്ന് ഒരു റിപ്പോർട്ട് വാങ്ങിക്കുന്നു, അവിടെ ക്രമസമാധാന നില തകർന്നു എന്ന് പറഞ്ഞിട്ട്. എന്നിട്ടാണ് ഈ ആർട്ടിക്കിൾ 356 ഇമ്പോസ് ചെയ്തത്. അത് വിജയിച്ചില്ല, പക്ഷേ അങ്ങനെ ഒരു ഡെഫിനറ്റ് റീസൺ ഉണ്ടായിരുന്നു ആ കാര്യത്തിനകത്ത്. 12 പേര്, അതും ദളിതരായിട്ടുള്ള ആളുകൾ കൊല്ലപ്പെടുക എന്ന് പറയുന്നത് ഒരു ലോ ആൻഡ് ഓർഡർ, സീരിയസ് ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനാണ്. അത് നമ്മൾ കണ്ടില്ല എന്ന് വെക്കാൻ കഴിയില്ല. പക്ഷേ എന്നിട്ട് പോലും അത് ഇമ്പോസ് ചെയ്യാൻ കഴിഞ്ഞില്ല, അത് അവിടെ നിൽക്കട്ടെ. കേരളം നോക്കൂ, കേരളത്തിൽ അങ്ങനെ ഒരു ക്രമസമാധാന സിറ്റുവേഷൻ ഉണ്ടോ? അങ്ങനെ, അല്ലെങ്കിൽ ഗവർണർ പുറത്തേക്ക് ഇറങ്ങുന്നു, അല്ലെങ്കിൽ ഗവർണർക്കെതിരായ ഒരു കരിങ്കൊടി പ്രതിഷേധം എന്ന് പറയുന്ന അത്ര സീരിയസ് ആയൊരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ അല്ല. അതായത് കേന്ദ്ര ഗവൺമെൻറ് ഇടപെടാൻ പറ്റുന്നൊരു സാഹചര്യം ആ അർത്ഥത്തിലില്ല. എന്ന് മാത്രമല്ല, ഇതേ ഗവർണർ കേരളം വളരെ സുരക്ഷിതമായൊരു സ്ഥലമാണെന്ന് സ്വയം തെളിയിച്ചിട്ടുണ്ട്. അതാണല്ലോ അദ്ദേഹത്തിൻ്റെ മിഠായി തെരുവിലേക്കുള്ള പോക്ക്. ആ മിഠായി തെരുവിലേക്ക് പോയി ജനങ്ങൾക്കിടയിലൂടെ നടന്ന് ജനങ്ങളുടെ ആദരവ് മുഴുവൻ ഏറ്റുവാങ്ങി അങ്ങനെ പോയൊരു ഗവർണർക്ക് എങ്ങനെയാണ് കേരളത്തിലെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ മോശമാണെന്ന് പറയാൻ കഴിയുക, അല്ലെങ്കിൽ അങ്ങനെ പ്രൂവ് ചെയ്യാൻ കഴിയുക? മാത്രമല്ല, ഇന്നത്തെ ഈ പിന്നെ മാധ്യമങ്ങൾ കൊടുത്ത ബൈറ്റിൽ അദ്ദേഹം പറയുന്നുണ്ട് കേരളത്തിലെ പോലീസാണ് ഏറ്റവും മികച്ച പോലീസ് എന്ന് പറയുന്നുണ്ട്, അല്ലേ, രാജ്യത്ത് തന്നെ. അപ്പോൾ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഇല്ല, അങ്ങനെ ഒരു സാഹചര്യമില്ല. ഇനി മറ്റൊന്ന്, കേന്ദ്രത്തിന് ഇടപെടാൻ പറ്റുന്നൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാകുമ്പോഴാണ്. ഏറ്റവും ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ആർക്കും ഭൂരിപക്ഷമില്ല, ഒരു സർക്കാർ ഉണ്ടാക്കാൻ കഴിയാത്ത സാഹചര്യം, അല്ലെങ്കിൽ ഒരു കുതിരക്കച്ചവടം നടക്കുന്ന സാഹചര്യം, അങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് അങ്ങോട്ടേക്ക് കേന്ദ്രം ഇടപെടുക. കേരളത്തിൽ അങ്ങനെ ഒരു സാഹചര്യമില്ല. 99 എന്ന് പറഞ്ഞ വലിയ സംഖ്യയുടെ ഭൂരിപക്ഷവുമായി വളരെ ഇൻടാക്റ്റ് ആയ ഒരു ഭരണമുന്നണി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പുറത്ത് 41 പേര് മാത്രമാണ് പ്രതിപക്ഷത്തുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമില്ല. അപ്പം പിന്നെ എന്താണ് ഗവർണറുടെ ഒരു ലക്ഷ്യം, അല്ലെങ്കിൽ ഗവർണറെ ഈ പറയുന്ന പ്രതിഷേധങ്ങളിലേക്ക് നയിക്കുന്ന കാര്യം എന്താണ്? ഞാനിന്ന് അദ്ദേഹത്തിൻ്റെ ഈ മാസ്കറ്റ് ഹോട്ടലിൻ്റെ മുമ്പിൽ വെച്ച് നൽകിയ മാധ്യമപ്രവർത്തകർക്ക് നൽകിയ ബൈറ്റിനകത്ത് അദ്ദേഹം വളരെ ശ്രദ്ധേയമായൊരു കാര്യം പറയുന്നുണ്ട്. അത് ഈ സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവ് പറഞ്ഞിട്ടുണ്ട്. ഒരു മാധ്യമ പ്രവർത്തകയാണ് ചോദിക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ ഈ കോൺഫ്ലിക്റ്റിൻ്റെ കാര്യം, സ്റ്റേറ്റും ഗവർണറായിട്ടുള്ള കോൺഫ്ലിക്റ്റിൻ്റെ കാര്യം. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, നോക്കൂ, ഹോണറബിൾ സുപ്രീം കോർട്ട് ഹാസ് സെഡ് ദാറ്റ് nobody has the power to interfere in my statutory function. എൻ്റെ സ്റ്റാറ്റ്യൂട്ടറി അധികാരത്തിൽ ഇടപെടാൻ ഒരാൾക്കും അധികാരമില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു. അതിനെ ലംഘിക്കുകയാണ് ഈ സർക്കാർ ചെയ്യുന്നത് എന്ന് പറയുന്നു. ഞാൻ ഒരു കാരണവശാലും ഈ സർക്കാരിൻ്റെ ഒരു പരിപാടിയിലും ഇടപെടുന്നില്ല, ഒരു പ്രവർത്തനത്തിലും ഇടപെടുന്നില്ല. പക്ഷേ ഈ സർക്കാർ ആകട്ടെ എൻ്റെ സ്റ്റാറ്റ്യൂട്ടറി അധികാരത്തിൽ ഇടപെടുന്നു എന്ന് പറയുന്നു. എന്താണ് ഗവർണറുടെ സ്റ്റാറ്റ്യൂട്ടറി അധികാരം? എന്താണ് ഗവർണറെ ചൊടിപ്പിച്ചിരിക്കുന്നത്? ഇപ്പം നമുക്കറിയാലോ, ഗവർണർ എന്ന് പറഞ്ഞാൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ ഉപദേശപ്രകാരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫംഗ്ഷണറി മാത്രമാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അധികാരങ്ങൾ ഭരണഘടനാപരമായി അങ്ങേയറ്റം പരിമിതമാണ്. ഗവൺമെൻറ് നിയമസഭ പാസ്സാക്കുന്ന ബില്ലുകളിൽ ഒപ്പുവെക്കുക, അതിനകത്ത് എന്തെങ്കിലും വിസ്തീർണം ആവശ്യമുണ്ടെങ്കിൽ അത് ചോദിക്കുക, അത് ഭരണഘടനാ വിരുദ്ധമാകാതിരിക്കുക, അത് കേന്ദ്ര നിയമങ്ങൾക്കും പാർലമെന്റിനും എതിരാകാതിരിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു മോണിറ്ററിംഗ് പവർ മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. എന്നാൽ അദ്ദേഹത്തിന് കേരളത്തിൽ ചാൻസലർ എന്ന് പറയുന്ന ഒരു പദവിയുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി അധികാരം എന്ന് പറയുന്നത്. ചാൻസലർ യഥാർത്ഥത്തിൽ ഗവർണർ ആയിരിക്കുമ്പം എന്താണോ യൂണിവേഴ്സിറ്റികളുടെ കാര്യത്തിൽ ഒരു ചാൻസലർ, അത് ഗവൺമെൻറ് ബൈൻഡിങ് ആണ്. അതായത് ഗവൺമെൻറ്റിന് അവിടെ ചോദ്യം ചെയ്യാൻ കഴിയില്ല, പരമാധികാരിയാണ്. എല്ലാ സർവകലാശാലയുടെയും കാര്യത്തിൽ ഗവർണർ പരമാധികാരിയാണ്. അത് സുപ്രീം കോടതി അപ്ഹോൾഡ് ചെയ്തിട്ടുണ്ട്. സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഗവർണർ ആ ചാൻസലർ പദവിയിൽ കയറി ഇടപെടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? 2 സുപ്രധാന ബില്ലുകൾ നിയമസഭ പാസ്സാക്കിയല്ലോ. ഒന്നെന്താണ്?
ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ നീക്കുന്ന ബില്ലാണ്. ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ട് അതിവിദഗ്ധരായിട്ടുള്ള പണ്ഡിതരെ ചാൻസലർമാരാക്കാൻ സർക്കാരിന് അധികാരം നൽകുന്ന ഒരു ബില്ല് പാസ്സാക്കിയിട്ടുണ്ട്. അതായത് ഗവർണർ ഈ ബില്ല് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ ചാൻസലറായി ഇരിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് ഒരാളെ ചാൻസലറായി നിയമിക്കാൻ കഴിയുന്ന അധികാരം നൽകുന്ന ഒരു ബില്ല്. ഇനി രണ്ടാമത്തെ ബില്ല്, ഗവർണർക്ക് വീണ്ടും ഒരു അധികാരം കൂടിയുണ്ട്. എന്താണ്? വൈസ് ചാൻസലർമാരെ തീരുമാനിക്കാനുള്ള അധികാരം, അല്ലേ? ആ വൈസ് ചാൻസലർമാരെ തീരുമാനിക്കുന്ന സെർച്ച് കമ്മിറ്റിയെ എക്സ്പാൻഡ് ചെയ്യാൻ അധികാരം നൽകുന്ന ഒരു ബില്ല് കൂടി പാസ്സാക്കിയിട്ടുണ്ട്. അതായത് ഗവർണർ ആഗ്രഹിച്ചാലും ഈ പറയുന്ന സെർച്ച് കമ്മിറ്റിയിലെ ഭൂരിപക്ഷം വെച്ചിട്ട് ഈ പറയുന്ന വൈസ് ചാൻസലർമാരെ സർക്കാരിന് തീരുമാനിക്കാൻ പറ്റും. ഇതാണ് 2 സ്റ്റാറ്റ്യൂട്ടറി അധികാരം. ഈ 2 സ്റ്റാറ്റ്യൂട്ടറി അധികാരവും എടുത്തു കളയുന്ന ഒരു സർക്കാരിനോട് സഹകരിക്കാൻ ഗവർണർ തയ്യാറല്ല എന്നാണ് ഗവർണർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഇവിടെ ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനോ ഒന്നും തന്നെ ഉണ്ടാക്കി കേന്ദ്രത്തെ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നുള്ളതല്ല, മറിച്ച് ഇവിടെ സർക്കാരിനൊരു തലവേദന ഉണ്ടാക്കുന്നത്, നിങ്ങൾ എൻ്റെ അധികാരത്തിൻ്റെ പരിധിയിലേക്ക് കടന്ന് എന്നെ ആക്രമിച്ചിരിക്കുന്നു, അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് സഹകരിക്കില്ല, നിങ്ങൾക്ക് ഞാനൊരു സ്ഥിരം തലവേദനയായിരിക്കും എന്ന് തെളിയിക്കുന്ന ഒരു കാര്യമാണ് ഇന്നും ഗവർണർ ചെയ്തിരിക്കുന്നത്. ആ ഗവർണർ നോക്കൂ, എത്ര അപൂർവമായ ഒരു കാഴ്ചയാണ്. അവിടെ എന്താണ് സംഭവിച്ചത്? എല്ലാവരും ആ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഗവർണർ കടന്നു പോകുന്ന സ്ഥലത്ത് 22 or 30 പേർ അവിടെ കൂടി നിന്നിട്ടുണ്ട്. ആ കൂടുന്ന ആളുകൾ കരിങ്കൊടി കാണിച്ചിട്ടുണ്ട്, ബാനർ ഉയർത്തിയിട്ടുണ്ട്. അതൊരു സാധാരണ പ്രതിഷേധമാണ്. ആ കരിങ്കൊടി പ്രതിഷേധത്തെ സംബന്ധിച്ച് അടുത്ത ഘട്ടത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. കാരണം വെച്ചാൽ അതിന് 2 നീതിയുണ്ടോ എന്നൊക്കെയുള്ള ചർച്ചകൾ നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്നുണ്ട്. അത് അടുത്ത ഘട്ടത്തിലാണ്. പക്ഷേ നോക്കൂ, ഒരു ഗവർണർ കടന്നു പോകുന്ന പാതയിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകാം. അത് ഗവർണർക്കെതിരായിട്ടുള്ള പ്രതിഷേധമല്ല, അത് ചാൻസലർക്കെതിരായിട്ടുള്ള പ്രതിഷേധമാണ്. ആ പ്രതിഷേധത്തിൻ്റെ സ്ഥലത്തേക്ക് ഇറങ്ങിപ്പോയി നിന്ന് ബഹളമുണ്ടാക്കുകയും ഒരു കടയുടെ മുമ്പിൽ പോയി 1.25 മണിക്കൂറൊക്കെ കുത്തിയിരിക്കുകയും ചെയ്യേണ്ട ഒരു സാഹചര്യം യഥാർത്ഥത്തിലില്ല. ബട്ട് ഹീ ഈസ് ക്രിയേറ്റിംഗ് സച്ച് എ സിറ്റുവേഷൻ. അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് സർക്കാരിന് തലവേദന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ്. അതുകൊണ്ട് ഗവർണറുടെ ഈ കളി എന്ന് പറയുന്നത് കേന്ദ്രത്തിന് കേരളത്തിലേക്ക് വന്നിറങ്ങാൻ, ഇപ്പോൾ ഈ പറയുന്ന 30 CRPF ഇട്ടുകൊണ്ടൊന്നും മുഖ്യമന്ത്രി ചോദിച്ച് വളരെ കൃത്യമാണ്. CRPF കേരളം ഭരിക്കാൻ പോകുന്നത്? അങ്ങനെ CRPF അതുപോലെ തന്നെ ബ്ലാക്ക് കാറ്റ്സും ഒക്കെ പല ആളുകൾക്കും സെക്യൂരിറ്റി നൽകുന്നുണ്ട്. ആ സെക്യൂരിറ്റി നൽകുന്നതുകൊണ്ട് അവർ അധികാരത്തിലേക്ക് വരികയോ അവർ പവർഫുൾ ആകുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പം ഗവർണർ ഇന്ന് കാണിച്ചത് ഈ പറയുന്ന സംസ്ഥാന സർക്കാരിനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ദേഷ്യവും തൻ്റെ അധികാരത്തെ വെട്ടിക്കുറയ്ക്കാനുള്ള നീക്കത്തിനെതിരായിട്ടുള്ള പ്രതിഷേധവുമാണ്. അതാണ് അദ്ദേഹം കഴിഞ്ഞ കുറേ നാളുകളായി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊന്നും ഒരു ഗവർണറുടെ പദവിക്ക് ചേർന്ന കാര്യമല്ല. ഇന്ന് അദ്ദേഹം ഈ റോഡിലേക്ക് ഇറങ്ങി ഇത്തരത്തിലൊരു പ്രകടനം കാണിക്കേണ്ട ഒരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ അനാവശ്യമായൊരു സിറ്റുവേഷൻ ഗവർണർ ഉണ്ടാക്കിയെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ ഒന്നും ഇങ്ങോട്ട് വരാനും പോകുന്നില്ല. അവർക്ക് ഇവിടെ ഇടപെടേണ്ട സാഹചര്യമില്ല. ഭരണഘടനാപരമായി നിയമപരമായി ഒന്നും അത് സാധ്യമായൊരു സാഹചര്യം ഇപ്പോൾ കേരളത്തിലില്ല. അതുകൊണ്ട് ഗവർണറുടെ ഈ കളിയൊക്കെ ഒരു നാടകമായി, ഒരു വാർത്തയിൽ ഇങ്ങനെ ബഹളമൊക്കെ ഉണ്ടാക്കി നിൽക്കുമെന്നുള്ളതിനപ്പുറത്തേക്ക് അത് ഒരു ഗുരുതരമായ രാഷ്ട്രീയ പ്രതിസന്ധിയായോ ഭരണഘടനാ പ്രതിസന്ധിയായോ പിന്നെ എന്താ പറയുക വിപുലപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇതാണ് ആദ്യഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്. കൈവിട്ട കളിയാണോ? Meet the editors.